അപ്പോൾ എല്ലാ മണ്ഡലങ്ങളെയും ദൈവം സ്പർശിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് ഒരു സന്തോഷം ഉണ്ടാകണം. ഇനി ഞങ്ങളുടെ കഴിവിലല്ല ഇനി കാര്യങ്ങൾ പോകാൻ പോകുന്നത്, അമ്മ അത് ഏറ്റെടുക്കാൻ പോകുന്നു. അമ്മ അത് ഏറ്റെടുക്കാൻ പോകുന്നു. കാര്യം മനുഷ്യരാശി രക്ഷപ്പെടാൻ ദൈവം 3 സംവിധാനങ്ങളാണ് വച്ചിരിക്കുന്നത്. ഒന്ന് ദിവ്യകുർബാന, ഈശോ. രണ്ടാമത് പരിശുദ്ധ അമ്മ. മൂന്നാമത് സഭ, അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ. ഈ 3 വിഷയങ്ങളും ചരിത്രത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 3 വിഷയങ്ങളും ചരിത്രത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സാത്താൻ ആക്രമിച്ചിട്ടുണ്ട്. ദിവ്യകുർബാനയിൽ ഈശോ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എത്രയോ കാലങ്ങളായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കർത്താവിനെ, കത്തോലിക്ക സഭ ദിവ്യകുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ അടയാളങ്ങളിലൂടെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞുള്ള യുദ്ധമൊന്നുമില്ല, ചെയ്തുള്ള യുദ്ധം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ദിവ്യകുർബാനയുടെ അത്ഭുത ശക്തിയാൽ കർത്താവേ, ഉടമ്പടിയിന്മേൽ അഭിഷേകം ഉത്തരവാദിക്കണമേ. കർത്താവേ, വിവിധ രാജ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ എപ്പോഴെല്ലാം കണ്ട് പ്രാർത്ഥിക്കുന്നുവോ. രണ്ടാമത് ഏറ്റവും ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയാ, അല്ലേ? രണ്ടാമത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയാ. മൂന്നാമത് സഭയെ ആക്രമിച്ചിരിക്കുന്നത് പേപ്പസിയെയാണ്, അതായത് പരിശുദ്ധ സിംഹാസനത്തെ. അത് പത്രോസിൻ്റെ പിന്തുടർച്ചയല്ല, സഭ പോലും കർത്താവ് സ്ഥാപിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ കുറേ ആൾക്കാർ. ഈ ചരിത്രത്തിലെല്ലാം ഫൈറ്റ് നടന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം ലോകത്തിലേക്ക് വരുന്നതിന് ദൈവം മാധ്യമമാക്കിയ സ്ഥലങ്ങളാണ്, വ്യക്തികളാണ്. മനുഷ്യരാശിയെ സന്ധിക്കാൻ ദൈവത്തിൻ്റെ സന്ധിപ്പും സംരക്ഷണവും സൗഖ്യവും മനുഷ്യന് ലഭിക്കുന്നതിന് ദൈവം മാധ്യമമാക്കിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എപ്പോഴും സാത്താൻ യുദ്ധത്തിലാണ്. സാത്താൻ ആരോടാണ് യുദ്ധം ചെയ്തത്? ആദ്യം ഈശോനോട്, പിന്നെ അമ്മയോട്, പിന്നെ സഭയോട്. ഇതിനെല്ലാം സഭ മറുപടി പറയണത് എങ്ങനെയാണ്? അടയാളങ്ങളിലൂടെ. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. അപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞത്, പത്രോസിൻ്റെ പ്രാർത്ഥനാ വഴികളിലാണ് മുടന്തൻ ഇരിക്കുന്നത്. ആ മുടന്തനെ അവഗണിച്ചുകൊണ്ട് ദേവാലയത്തിൽ കയറിപ്പോകാൻ പത്രോസിന് കഴിയുമോ എന്ന് ചോദിച്ചു. അത് ചോദ്യമാണ്. പത്രോസിൻ്റെ പ്രാർത്ഥനാ വഴികളിലാണ് മുടന്തനിരുന്ന് കൈ നീട്ടുന്നത്. ആ മുടന്തൻ്റെ കയ്യിൽ ഒരു കെട്ട് ദൈവശാസ്ത്ര പുസ്തകങ്ങൾ കൊടുത്തതിന് ശേഷം അത് വായിച്ച് പഠിച്ചോളാൻ പറഞ്ഞിട്ട് ദേവാലയത്തിലൂടെ കയറിപ്പോകാൻ പത്രോസിന് കഴിയുമോ? അതാണൊരു ചോദ്യം. കഴിയുമോ? ഇല്ല. മുടന്തനോട് പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഞങ്ങളെ സൂക്ഷിച്ചു നോക്കാൻ. നോക്കുന്നവരെങ്ങനെ ചുമ്മാ നോക്കിയാൽ പോരാ, ഞങ്ങളെ സൂക്ഷിച്ചു നോക്കാൻ പറയും. എൻ്റെ അർത്ഥം എന്താ? യവൻ ആ വഴി ഇരുന്നുകൊണ്ട് കാണുന്നവരോട് പോകുന്നവരോടും വരുന്നവരോടും ഒക്കെ കൈനീട്ടുന്ന കക്ഷിയാണ്. ഒരു പുണ്യാളൻ്റെ അടുത്ത് ഒരമ്മാമ്മ നേർച്ചയിടാൻ പോയിട്ട് വർഗീസ് പുണ്യാളനെ മുത്തി, പിശാചിനെ മുത്തി, അല്ലേ? എവിടെ നിന്നാണ് രക്ഷ വന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കും. അങ്ങനെ എല്ലായിടത്തും കൈ നീട്ടണ ഒരു കക്ഷിയായിരുന്നു ആ മുടന്തൻ. കാര്യം എവിടെ നിന്ന് കൈയിട്ടിയാലും നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ല എന്നുള്ള രീതിയിലാണ് ആ മുടന്തൻ്റെ ഒരു നിലപാട്. അപ്പം അത് പത്രോസ് പറഞ്ഞു, അങ്ങനെ എല്ലാവരെയും നോക്കണ പോലെ അല്ല നീ ഞങ്ങളെ നോക്കേണ്ടത്, ഞങ്ങളെ സൂക്ഷിച്ച് നോക്കണം. അതാണ് വിഷയം.
ഞങ്ങളെ സൂക്ഷിച്ചു നോക്കൂ. അപ്പോൾ ഉടനെ അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴേ പത്രോസ് ഒരു കാര്യം പറഞ്ഞു. എന്നാ പറഞ്ഞത്? നീ വിചാരിക്കണ സംഭവം നിങ്ങളുടെ കയ്യിലില്ല. എന്താണ് നീ വിചാരിക്കണത്? പണമാണ്. അത് സ്വർണ്ണ നാണയമാണ്, റോമായുടെ നാണയം. റോമാൻ്റെ സർക്കാരിൻ്റെ നാണയം സ്വർണത്തിൻ്റെ നാണയമാണ്. ഇസ്രയേലിൻ്റെ നാണയം വെള്ളിയുടേതാണ്. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല. സ്വർണമോ വെള്ളിയോ എൻ്റെ കൈവശമില്ല, എൻ്റെ കൈവശമില്ല. എന്നിട്ടും ആ മനുഷ്യൻ 9-ാം മണിക്കൂറിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ധൃതിക്ക് കയറിപ്പോവുകയാണ്. അതാണ് പത്രോസ്. അതാണ് ശരിക്കുമുള്ള വിശ്വാസി എന്ന് പറയണത്. പത്രോസിൻ്റെ പുസ്തകമാണ് ശരിക്കും നമ്മുടെ നടപടി പുസ്തകം. പൗലോസിന് വേണ്ടി എഴുതിയതാണ്. കാരണം അതിനകത്ത് മുഴുവൻ എഴുതിയിരിക്കുന്ന ആരെക്കുറിച്ചാണ്? നടപടി പുസ്തകത്തിൽ പൗലോസിനെ കുറിച്ചാണ്. ആരാ എഴുതിയത്? ലൂക്ക അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എഴുതിയതാണ്. അതുകൊണ്ട് പൗലോസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് മുൻതൂക്കം വന്നിരിക്കുന്നത്. എവിടെ? നടപടി പുസ്തകത്തിൽ. പത്രോസിനെ അവിടെ ഇവിടെയും കുറച്ച് എഴുതിയിരിക്കുന്നുണ്ട്. പക്ഷേ എഴുതിയിട്ടുള്ള പത്രോസിനെ അവതരിപ്പിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇട്ടിവെട്ട് സ്ഥലങ്ങളാണ്. നമ്മളത് പഠിക്കേണ്ടതാണത്. എന്താ കാരണം എന്നറിയാമോ? പത്രോസ് ഈ 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 2 സമയത്ത് അവൻ പതിവ് പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് പോയെന്ന് എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥന ഒന്നും മുടക്കാതെ. ആ സമയത്തുള്ള പത്രോസ് എന്ന് പറയണത് തകർച്ചയുടെ ആൾരൂപമായി നിൽക്കുന്ന പത്രോസാണ്. വൈ ഹി ബിക്കെയിം എ പോപ്പ്? എന്തുകൊണ്ടാണ് പത്രോസ് മാർപ്പാപ്പയായെന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്. കാര്യം സീനിയോറിറ്റി ഉള്ളത് ആർക്കാണ്? അന്ത്രയോസിനാണ്. വിദ്യാഭ്യാസം ഉള്ളത് ആർക്കാണ്? യോഹന്നാനെയാണ്, അല്ലേ? പക്ഷേ ഇത് രണ്ടും ഇല്ലാത്ത പത്രോസ് എങ്ങനെ സഭയെ നയിക്കാൻ കർത്താവ് ചുമതലപ്പെടുത്തി? അതിൻ്റെ പിന്നിൽ പത്രോസിൻ്റെ ഒരു ആധ്യാത്മികതയുണ്ട്. ഒരു പക്ഷേ ഏറ്റവും പ്രബുദ്ധമായ ഒരു ആധ്യാത്മികത. ഇപ്പം അടയാളങ്ങൾ ഒത്തിരി നമുക്ക് ലഭിക്കുന്നുണ്ട്, ഇല്ലേ? അടയാളങ്ങളിൽ നിങ്ങൾ അടിഞ്ഞുകൂടി നിൽക്കരുത്, പിന്നെയും നിങ്ങൾ വളരണം. അടയാളങ്ങളൊക്കെ നമുക്ക് തരുന്നത് ആദ്യത്തെ ഒരു ആശ്വാസ നടപടി എന്ന രീതിയിലാണ് ബൈബിളിൽ അടയാളങ്ങളുള്ളത്. നമുക്കറിയാമല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 1 തൊട്ട് 11 വരെ ആകുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ച് കഴിയുമ്പോൾ അടയാളങ്ങൾ സ്റ്റോപ്പാകും. പിന്നെ കർത്താവിന് കാലക്കഴുകലും പീഡാനുഭവമൊക്കെ ആയിട്ട് പോണത്, ഇല്ലേ? ലാസറിനെ ഉയർപ്പിച്ച് കഴിയുമ്പോൾ അടയാളങ്ങൾ സ്റ്റോപ്പ്. 2-ാം അധ്യായത്തിൽ തുടങ്ങുന്ന അടയാളങ്ങളാണ്. കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ആരംഭിക്കുന്ന അടയാളങ്ങളാണ്. 11-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ സ്റ്റോപ്പ്, ഡെഡ് സ്റ്റോപ്പാണ്. പിന്നെ അനങ്ങത്തില്ല. പിന്നെ എന്താ? 12-ാം അധ്യായത്തിൽ ഗ്രീക്കുകാർ വരുന്നു. അപ്പോൾ കർത്താവ് ഒരു വാക്ക് പറയും, ഇപ്പോൾ സമയമായി, അടയാളങ്ങളുടെ കാലം കഴിഞ്ഞു, ഇപ്പോൾ സമയമായി, അപ്പാ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയും. ഇപ്പോൾ സമയമായി, മനുഷ്യപുത്രനും മഹത്വപ്പെടേണ്ട സമയമായി. എന്താണ്? അവൻ പീഡാനുഭവത്തിലേക്ക്, അന്ന് മുതലാണ് അവൻ പാഷൻ പ്രഡിക്ഷൻസ് പറയാൻ തുടങ്ങുന്നത്. പീഡാനുഭവ പ്രവചനങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഇവൻ എന്ന് മുതലാണത് പറയാൻ തുടങ്ങിയതെന്ന് ബൈബിൾ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ തർക്കങ്ങളുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ഗ്രീക്കുകാർ വന്നതിന് ശേഷമാണ് കർത്താവ് തൻ്റെ പാഷനെക്കുറിച്ച് കോൺഷ്യസ് ആയത്. ദൈവവേദന എപ്പോഴെങ്കിലും ക്രിസ്ത്യാനി പാഷന് നമ്മൾക്ക് ഒരു സന്ദർശനത്തിൻ്റെ സമയം കുറിക്കേണ്ടി വരും. ഇനി കർത്താവിൻ്റെ നാമത്തിലാണ് നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവന് സാക്ഷിയാകാനുള്ള സഹനത്തിൻ്റെ ഒരു കാലം, ഒരു സന്ദർശനം, അതിൻ്റെ സമയം നമ്മൾ കുറിക്കേണ്ടി വരും. ഈ അടയാളങ്ങൾ ലഭിച്ചവന് അന്ന് അടിപതറാതെ നിൽക്കാൻ കഴിഞ്ഞാൽ ദെൻ യു വിൽ ബിക്കം എ ക്രിസ്ത്യൻ. അപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് ദൈവം അംഗീകരിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പം ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സന്ദർശനത്തിൻ്റെ സമയം വന്നാൽ കർത്താവിനെ പോലെ അത് തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവിനെ കൂടി ഉണ്ടാവണം. എന്താണ് കർത്താവിൻ്റെ തിരിച്ചറിഞ്ഞത്? എന്താണ്? ഗോതമ്പ് മണി
നിലത്ത് വീണ് അഴിയണം. അത് അതേപടി ഇരുന്നാൽ ഫലം പുറപ്പെടുവിക്കത്തില്ല. അപ്പം അതേപടി ഒരിക്കലും ഇരിക്കുമെന്ന് ആരും ധരിക്കരുത്. ഇടയ്ക്ക് അഴിച്ചിലുണ്ടാവുമ്പോൾ ആത്മാഭിഷേകത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്. ശ്രുതികട ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇങ്ങനെ സംസാരിച്ചെന്നറിയാവോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കണില്ല, ദൈവം നിങ്ങളിൽ അകന്നു പോയി അങ്ങനെ ഒന്നും ചിന്തിച്ച് കാട് കയറേണ്ടെന്ന് പറയാനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ പോലെ പറയാൻ കഴിയണം, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കും. മനുഷ്യപുത്രൻ മാത്രമല്ലേ, എന്നാ പറഞ്ഞത്? പിതാവായ ദൈവവും അവനിൽ മഹത്വം പ്രാപിക്കും. അപ്പാ അങ്ങേ പുത്രനെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൽ പിതാവായ ദൈവം മഹത്വപ്പെടുന്ന സമയത്തെക്കുറിച്ച് എന്നാ റോമാലേഖനം പറയണത്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരുവിൻ. പറഞ്ഞേ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരുവിൻ. അതാണ് റോമ 4:20. അപ്പോൾ മഹത്വത്തിൽ ലഭിക്കുന്ന സമയങ്ങൾ ഈ ഭൂമി എന്ന് പറയുന്ന സ്പേസിൽ നമ്മൾ നിൽക്കത്തല്ലേ. അപ്പോഴെപ്പോഴും ഓർക്കണം, എന്തിനാണ് ഭൂമിയിലെ സമയം കർത്താവിനെ ലാസ്റ്റ് ടൈം കുറിച്ചപ്പോൾ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, അപ്പാ ദ ടൈം ഈസ് ഓവർ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. മഹത്വം തന്നെ പ്രശ്നം. ഭൂമി എന്തിനാണ് നമുക്ക് തന്നിരിക്കണത്? ഭൂമി എന്തിനാണ് നമുക്ക് തന്നിരിക്കണത്? 17:4 യോഹന്നാൻ്റെ സുവിശേഷം. ഭൂമിയിൽ പറഞ്ഞേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഭക്ഷിക്കുന്നവൻ ഭക്ഷിച്ച് മഹത്വപ്പെടുത്തട്ടെ, ഉപവസിക്കുന്നവൻ ഉപവസിച്ച് മഹത്വപ്പെടുത്തട്ടെ. അതാണ് മഹത്വത്തെക്കുറിച്ചുള്ള പൗളിയൻ പൊസിഷൻ. അതൊരു പൗളിയൻ പൊസിഷനാണ്, പൗലോസിൻ്റെ ഒരു നിലപാടാണ്. എന്താണ്? ഉപവസിക്കുന്നവൻ ഉപവസിക്കാത്തവനെ കുറ്റം പറയരുത്. ആരാണ്? ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കാത്തവനെ കുറ്റം പറയരുത്. ഭക്ഷിക്കുന്നവൻ ഭക്ഷിച്ച് മഹത്വപ്പെടുത്തട്ടെ, ഉപവസിക്കുന്നവൻ ഉപവസിച്ച് മഹത്വപ്പെടുത്തട്ടെ. ബ്രഹ്മചാരി ബ്രഹ്മത്തിൽ ചരിച്ചുകൊണ്ട്, ഏകസ്ഥനായി ജീവിച്ചുകൊണ്ട്, സമർപ്പിതയായി ജീവിച്ചുകൊണ്ട് അവരവരുടെ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. കുടുംബജീവിതക്കാരൻ കുടുംബം ജീവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ട് ആ രീതി മഹത്വപ്പെടുത്തട്ടെ. ലക്ഷ്യമെന്താണ്? മഹത്വമാണ് ലക്ഷ്യം. പ്രാർത്ഥിക്കുക, കർത്താവേ, സങ്കടമായാലും വിശ്വാസം നിലനിന്നുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സന്തോഷമായാലും മതിമറന്ന് അങ്ങേ മറക്കാതെ വിശ്വാസത്തോടെ മഹത്വപ്പെടുത്താൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ആ കുഞ്ഞിൻ്റെ അമ്മ സാക്ഷ്യം പറഞ്ഞ രീതി കണ്ടില്ലേ അല്ലേ? പ്രാർത്ഥനയിൽ കോംപ്രമൈസ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവൾ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്ത ഒരു സന്നിഗ്ധ അവസ്ഥയിൽ കർത്താവിൻ്റെ വചനം അവൾ ഓപ്പൺ ചെയ്യും. എന്നിട്ട് പറയും, എനിക്ക് വചനം വായിക്കണമെന്ന് അറിയില്ല കർത്താവ് എന്ന് പറയും. പക്ഷേ ഞാൻ കണ്ടത് വായിച്ചു. എന്താ വായിച്ചത്? വൈദ്യനെ അവഗണിക്കരുത്, അവനെ ആശ്രയിക്കണം, നിന്നെ സുഖപ്പെടുത്താനുള്ള കഴിവ് അവന് കൊടുത്തിരിക്കുന്നത് ഞാനാണ്. അതൊരു വഴിയാണ്. അപ്പോഴേ കർത്താവ് നൽകിയ സൗഖ്യങ്ങൾ അത് സൗഖ്യമാണെന്ന് പറയേണ്ടത് ആരാണ്? വൈദ്യനാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ പത്രത്തിൽ ഉണ്ട് ഒരു വാക്ക്, സാക്ഷ്യം പറയുന്നവർ അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പറയുന്ന സാക്ഷ്യങ്ങൾ വൈദ്യനുമായി സ്ഥിരീകരിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. ഞങ്ങളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. എന്തിനാണ്? നിങ്ങളുടെ വിശ്വാസ അനുഭവത്തിന്. നിങ്ങളുടെ വിശ്വാസ അനുഭവത്തിന് ഞങ്ങൾ ആ അനുഭവങ്ങൾ
സാക്ഷീകരിക്കാൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു വേദി, വിശ്വാസത്തിൻ്റെ വേദിയാണിത്. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുള്ള ബാധ്യത ആർക്കാണ്? നിങ്ങൾ ആരെടുത്താണ് ആശ്രയിച്ചത്? അവരുമായി നിങ്ങൾക്ക് തെര്യപ്പെടുത്തേണ്ടതാണെന്ന്. എന്താ കാര്യം? അതാണ് അത് നമുക്കെപ്പോഴും സൗഖ്യം നൽകുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ അത് സൗഖ്യമാണോ എന്ന് പറയേണ്ടതാരാണ്? അതിന് ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരാണ് പറയേണ്ടത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ചൊവ്വാഴ്ച അവർക്ക് അവിടെ അസുഖം അംലേഷ്യ എന്നുള്ള അസുഖമാണ്. ശരീരത്തിലൊരു ആൻറ്റിബോഡി വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിഷയം അവരുടെ ബോഡി ഇങ്ങനെ വലുതാവും, 4 ഇരട്ടിയായിട്ട്. ശരീരത്തിലുള്ള എല്ലാ രോമങ്ങളും കൊഴിഞ്ഞു പോകും. തലമുടി മുഴുവനും ബാൾഡായിപ്പോവും, കൊഴിഞ്ഞ് കഷണ്ടിയായിപ്പോവും. പിരികം വരെ കൊഴിഞ്ഞു പോകും. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് അഖില. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 3rd ഇയർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ 10-20 വയസ്സ് കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു മോൾക്ക് അവളുടെ ശരീരം ഇങ്ങനെ വികസിക്കാനും പിരികം വരെ കൊഴിഞ്ഞു പോയാൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷം 4 കൊല്ലം ട്രീറ്റ് ചെയ്യുന്നതാണ് അവൾ പറയണത്. 4 കൊല്ലം. അവസാനം ആരോ കൂട്ടുകാർ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ പോയി നോക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുത്തു. അപ്പം എന്നാ സംഭവിച്ചു? 2 ആഴ്ചക്കുള്ളിലാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളും പ്രാർത്ഥനയുമായി അവൾ വിശ്വാസത്തിൽ പോയപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ പിരികമെല്ലാം തിരിച്ചു വന്നു, മുടിയെല്ലാം തിരിച്ചു വന്നു, ആൾ ചെറുതായി. ആൾ ചെറുതായി തന്നെ ഇല്ല, പിന്നെ 3 മാസത്തിന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അവൾക്ക് ഭയങ്കര കൊതിയായിരുന്നു ഒരു സ്വന്തം വീട്ടിൽ താമസിക്കാനേ. അമ്മയോട് പറഞ്ഞിട്ട് പോയി, അമ്മേ ഒരു വീട്ടിൽ താമസിച്ചിട്ട് കല്യാണത്തിന് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ ഇടയാക്കണേന്ന്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളില്ലേ, നമ്മൾ സീരിയസ് ആയിട്ടാണ് ആരോടാ പറയണത്? അമ്മയോടാണ് പറയണത്. അമ്മ അത് ഈശോനോട് പറയും. പക്ഷെ പറയേണ്ട ഒരു രീതിയിലുള്ള വിശ്വാസവും സ്നേഹമൊക്കെ ഉണ്ട്. ഒക്കട്ടെ എന്നല്ല പറയേണ്ടത്. അമ്മയോട് പറയാണ്, അമ്മ അത് ചെയ്യും അറ്റ് എനി കോസ്റ്റ്, അമ്മ അത് ചെയ്യും അറ്റ് എനി കോസ്റ്റ് എന്ന് നമ്മൾ വിശ്വാസത്തിലെടുക്കണം. അവൾ പറയണത് എന്താണ്? എനിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണത്തിന് ഉടുത്തിരുങ്ങിപ്പോകാൻ. ആ അമ്മ, ഒരു മകൾ അമ്മയോട് പറയണേ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എൻ്റെ മകൾ പറഞ്ഞ ന്യായമാണ്, ഞാനത് അവൾക്കത് എങ്ങനെയെങ്കിലും നിവർത്തി ഉള്ളിടത്തോളം ഞാനത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുമെന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ പറയേണ്ട കാര്യം പരിശുദ്ധ അമ്മയ്ക്കില്ല. കാര്യം എന്താ? അമ്മയ്ക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, വലിയ അടയാളങ്ങൾ നൽകി ഞങ്ങളുടെ വിശ്വാസത്തെ കാരുണ്യത്തിന് മോൾക്കൊക്കെ അമ്മ വീട് വെച്ച് കൊടുത്തു, പിന്നെ എന്നാ ജോലി കൊടുത്തു. കിഡ്കോയുടെ നല്ല കമ്പനിയിൽ ഞാൻ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ജോലി ചെയ്യണമെന്ന് അവൾ പറഞ്ഞത്. ലൈഫ് മൊത്തം അങ്ങോട്ട് മാറ്റുകയാണ്, അട്ടിമുടി അഴിച്ച് പണിയാണ് ശരിക്കും. പിന്നെ ഒരു സങ്കടം അമ്മയോട് രഹസ്യമായിട്ട് പറഞ്ഞു, എന്നെ കെട്ടാൻ പോകുന്ന XY ആരായാലും അമ്മയടുത്ത് വരാനുള്ള അനുവാദം തരണ ആളാകണമെന്ന്. അതാണ് അവസാനത്തെ ആഗ്രഹം. അവൾ പറയാണ്, എന്നെ കെട്ടിയ ആൾ അമ്മയുടെ അടുത്തുള്ള ആൾ തന്നെയാണ്, എന്നെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയിട്ടാണ് പോയതെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾക്ക് ഈ പറയാനുള്ള അതാണ്. അമ്മയോട് അത് പറയുമ്പോൾ അതും കൂടി അങ്ങ് ചെയ്യുകയെ. അതായത് അമ്മയോട് അടുപ്പമുള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, എന്നിട്ട് ഒരു സങ്കടം വരുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാനുള്ള മാനസിക അവസ്ഥ കൂടിയുള്ള ഒരു സഹോദരൻ. അക്രൈസ്തവനാണ്, പക്ഷേ അവൾ പറഞ്ഞത് അനുസരിച്ച് അത് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ഒരു സ്നേഹവും ആശ്രയവും വിശ്വാസവും ഒക്കെ വേണം. അതിനെന്തെങ്കിലും ഒരു
സ്നേഹക്കുറവോ വിശ്വാസക്കുറവോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാനാണ് ഞങ്ങൾ സ്നേഹത്തിൻ്റെ സൂത്രവാക്യങ്ങളെല്ലാം തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉടമ്പടി നിബന്ധനകൾ എന്താ? സ്നേഹത്തിൻ്റെ സമർപ്പണ സാക്ഷ്യ അവസരങ്ങളാണതെല്ലാം. ഇപ്പം നിങ്ങൾ രോഗികളെ പരിചരിക്കുന്നു ഇല്ലേ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോഴപ്പോൾ നമ്മൾ ചെയ്യണ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് മനോഭാവം വേണം? കർത്താവിനോടുള്ള സ്നേഹത്താലാണ് നമ്മളത് ചെയ്യേണ്ടത്. അല്ല എണ്ണിപ്പെരുക്കി കണക്ക് പറഞ്ഞല്ല ചെയ്യണത്. സാങ്കേതിക വിശ്വാസികളുണ്ട്. അപ്പോൾ സാങ്കേതികമായിട്ടല്ല നമ്മൾ ദൈവത്തോട് ഇടപെടേണ്ടത്, സമർപ്പണ വിധിപ്രകാരമാണ്. അപ്പോഴും ഓർക്കണം, ഓരോ ഉടമ്പടിയുടെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ സ്നേഹം വളരണം, വിശ്വാസം വളരണം. എന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ഉടമ്പടിയുടെ ഓരോ ദിവസം കഴിയും തോറും അങ്ങയോടുള്ള സ്നേഹം വർദ്ധിക്കാൻ, പ്രത്യാശ വർദ്ധിക്കാൻ, വിശ്വാസം വർദ്ധിക്കാൻ എന്നെ സമർപ്പണത്തിൻ്റെ സുവിശേഷ സാക്ഷിയാക്കണം. കഴിഞ്ഞ ദിവസങ്ങളും ബഹുമാനപ്പെട്ട മാത്യു നൈക്കാമ്പരച്ച് അമ്മ സന്നിധാനത്തിൽ വന്നിരുന്നു. അച്ഛന് ഒരു ഉൾപ്രേരണ കിട്ടിയപ്പോൾ അച്ഛൻ വന്നതാ. അച്ഛൻ വന്നിട്ട് നല്ല നല്ല സന്ദേശങ്ങളൊക്കെ പറഞ്ഞു. അമ്മയെക്കുറിച്ച് പറഞ്ഞു, ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു, ഈ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആ യൂട്യൂബിൽ നിന്ന് കേൾക്കണം, നല്ല രസമാണ്. അച്ഛൻ ഇവിടെ കയറിയപ്പോൾ തന്നെ അമ്മ പ്രത്യേകമായി അനുഗ്രഹിച്ച പോലെയാണ് അച്ഛൻ സുവിശേഷ പ്രഭാഷണം നടത്തിയത്. അതിനുശേഷം ഞങ്ങളൊരു കപ്പ് കാപ്പി കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അച്ഛൻ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു. അച്ഛൻ ഇതാ പറഞ്ഞത്, ഉടമ്പടി വളരെ സിമ്പിളാണ്. കാര്യം ആർക്കും ചെയ്യാവുന്ന, എല്ലാവരും ചെയ്യേണ്ട, ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അച്ഛൻ ഉടമ്പടി പരസ്യപത്രികയെല്ലാം നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്ന, എല്ലാവർക്കും ചെയ്യാവുന്ന, എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളെ, അത് ലളിതമായ കാര്യങ്ങളെ അതിലുള്ളൂ. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് അമ്മ അഭിഷേകം തന്നിട്ടുണ്ടെന്ന് കൈ ഇടിച്ച് കിടത്താണ്. അച്ഛൻ പറഞ്ഞ അർത്ഥമൊക്കെ മനസ്സിലായ? അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നമ്മൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ഹോണർ ചെയ്യുമെന്ന്. കാരണം അതാണ് അഭിഷേകം ഉദ്ദേശിക്കുന്നത്. ദൈവം അത് അംഗീകരിക്കും. ദൈവം പരിശുദ്ധ അമ്മ വഴി അത് നമുക്ക് തരും. അത് ഓണർ ചെയ്യാൻ. ആ പ്രെയർ സിമ്പിളാണ്, പക്ഷെ ആ പ്രാർത്ഥനയെ ദൈവം ഓണർ ചെയ്യുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന്. അപ്പോൾ ഒരു മനുഷ്യന് ഒരു നിവൃത്തിയില്ലാതെ പരക്കം പാഞ്ഞ് രാത്രിയോ പകലോ ഇവിടെ എപ്പോഴാണ് ആൾക്കാർ എങ്ങനെ വരുമെന്ന് നമുക്ക് പിടിയില്ലാത്ത ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നു, ചോരക്കുഞ്ഞാണ്, അതിൻ്റെ ഹാർട്ട് ബ്ലോക്കാണ്, മനുഷ്യന് ഓടി വരാനൊരിടം. ഞാൻ പുറത്തേക്ക് വന്ന് കുഞ്ഞിനെ ആശീർവദിച്ചു. എന്താ കാര്യമെന്നറിയോ? കുഞ്ഞിനെ അമ്മ ടേക്കപ്പ് ചെയ്യാതെ എങ്ങനെ കുഞ്ഞിവിടെ വരും? കുഞ്ഞിനെ കൊണ്ട് വരും. അപ്പോഴും നമ്മൾ വിചാരിക്കണത് ഈ പ്രാർത്ഥന നമുക്ക് പ്രബുദ്ധമായ ആധ്യാത്മികത ഒരുപക്ഷെ പത്രോസിനെ പോലെ കർത്താവിൻ്റെ കൂടെ കുറേ നാൾ കഴിയുമ്പോൾ, നടന്നു കഴിയുമ്പോൾ പ്രബുദ്ധമായ ആധ്യാത്മികത കിട്ടും. പത്രോസ്, യൂദാസ് കാശെല്ലാം കൊണ്ടുപോയി ആത്മഹത്യ ചെയ്തില്ലേ? സാമ്പത്തിക തകർച്ച പത്രോസിന് വന്നില്ലേ? വന്നോ? വന്നു. പത്രോസിന് സാമ്പത്തിക തകർച്ച വന്നു. കാര്യം അവൻ്റെ കാശെല്ലാം ആരുടെ കയ്യിലായിരുന്നു? സഭയുടെ കാശെല്ലാം യുവദാസിൻ്റെ കയ്യിലായിരുന്നു. അവൻ പോയി ആ കാശും കളഞ്ഞ് ആത്മഹത്യയും ചെയ്ത്. അപ്പം സഭ പട്ടിണിയായി. പത്രോസൊക്കെ അക്ഷരാർത്ഥത്തിൽ പട്ടിണിയായിപ്പോയ ഒരു കാലമുണ്ട്. കർത്താവും ശരീരത്തിൽ ഇല്ല, കർത്താവ് കുരിശിൽ മരിച്ചു പോയൊരു കാലം. അപ്പോസ്തലന്മാരൊക്കെ ഓരോരുത്തൻ അവരവരുടെ വഴിക്ക്, നിങ്ങളെല്ലാവരും താന്താങ്ങളെ എന്നെ ഇട്ടിട്ട് അവരവരുടെ വഴിക്ക് പോകുന്ന കാലം വരുമെന്ന് ഈശോ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തന് അവനവന്മാരുടെ വഴിക്ക് പോയിരിക്കുകയും പത്രോസ് വല്ലാണ്ട് അങ്ങ് ഒറ്റപ്പെട്ട്, കാശും പോയി, കർത്താവും പോയി,
കൂട്ടായ്മയും പോയി, എല്ലാം പോയി. എല്ലാം പോയാലും പോകാത്തൊരു സംഭവമുണ്ട്. അവനോട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞായിരുന്നു. എന്താണ്? നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അവൻ മാത്രമേ വിട്ടുപോകാതിരുന്നുള്ളൂ, കൂടെ യോഹന്നാനും ഉണ്ടായിരുന്നു. അതാണ് പ്രബുദ്ധമായ ആധ്യാത്മികത എന്ന് പറയുന്നത്. കാശും പോകും, കർത്താവും നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നും. അപ്പോഴും കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് നിൽക്കുന്ന പത്രോസ്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ കർത്താവ് പറഞ്ഞില്ലേ? 24:49 ലുക്കാൻ്റെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷത്തിൽ. അതുപോലെ നടപടി പുസ്തകം 1:4 എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ. സഹനത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ സന്ധിപ്പിന് വേണ്ടി സഭ കാത്തിരിക്കാൻ പറഞ്ഞിട്ടാണ് കർത്താവ് നിന്നെ സഭയെ നിലനിർത്തിയിരിക്കുന്നത്. കൈയിടിച്ച് ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാം തകർന്നാലും എല്ലാവരെയും നഷ്ടപ്പെട്ടാലും കർത്താവിൻ്റെ വാക്ക് നഷ്ടപ്പെടുത്താത്ത പത്രോസ് ജെറുസലേം വിട്ടുപോവാതെ ജെറുസലേം ദേവാലയത്തിലേക്ക് 6-ാം മണിക്കൂർ കയറുന്നു, 3-ാം മണിക്കൂർ കയറുന്നു, 9-ാം മണിക്കൂർ കയറുന്നു. എല്ലാം കൈവിട്ടു പോകുമ്പോഴും പ്രാർത്ഥനയുടെ അരൂപി നഷ്ടപ്പെടാത്ത പത്രോസാണ്. അവൻ്റെ മുമ്പിലാണ് മുടന്തൻ കൈ നീട്ടണത്. അപ്പോൾ അവനോട് പറയും, ഞങ്ങളെ സൂക്ഷിച്ച് നോക്കൂ. അവൻ സൂക്ഷിച്ച് നോക്കി, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പറഞ്ഞു, എൻ്റെ കയ്യിൽ പൊന്നുമില്ല വെള്ളിയുമില്ല, പക്ഷേ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്താണ് ഉള്ളത്? എല്ലാം നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെടാത്തൊരു സംഭവമുണ്ട്. അതെന്താണ്? നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമം കൈ അടിച്ച് കർത്താവ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു, വത്തിക്കാൻ മീഡിയയിലൂടെ വന്നതാണ്. 8 ക്രൈസ്തവരിൽ ഒരാൾ വെച്ചുകൊണ്ട് സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. ലോകത്തെ 8 ക്രൈസ്തവരിൽ ഒരാൾ വെച്ച് 8 ക്രൈസ്തവരിൽ 8 പേരും സഹനത്തിലൂടെ കടന്നുപോയ ഒരു കാലം കർത്താവിനുണ്ടായിരുന്നു, സഭയ്ക്കുണ്ടായിരുന്നു. അന്ന് പത്രോസ് പറഞ്ഞ വാക്കാണ്, ഞങ്ങൾക്കുള്ളത് സകലമല്ല, ഞങ്ങൾക്കുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. കൈ അടിച്ച് കർത്താവ്. എന്നോട് വിശദീകരണം ചോദിച്ച സദസ്സിനോട് സൗമ്യതയോടെ ഞാൻ പറഞ്ഞു, നമുക്ക് ഉള്ളത് കൊടുക്കാൻ, സഭയ്ക്കുള്ളത് കൊടുക്കാൻ സഭ ബാധ്യസ്ഥമാണ്. സഭയ്ക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. അത് ആർക്ക് കൊടുക്കാനുള്ളതാണ്? ഓരോരോ തരത്തിൽ മുടന്തനുഭവിക്കുന്നവനാണ് ആ ശക്തി പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥ. അതാണ് കൃപാസനത്തിൽ പരിശുദ്ധമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരോ തരത്തിൽ ജനങ്ങൾ ചോദിക്കണത് എന്താണ്? പൊന്നും വെള്ളിയുമാണ് ചോദിക്കണത്. പക്ഷെ അപ്പോസ്തലനാണ് തിരിച്ചറിയേണ്ടത്, പൊന്നും വെള്ളിയുമാണ് ചോദിക്കണമെങ്കിലും അവനെ അതൊരിക്കലും ചോദിക്കാത്ത രൂപത്തിൽ ഏറ്റവും വലിയ ധനമാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സഭ അത് കൊടുക്കേണ്ടതിന് പകരം ജനങ്ങൾ ചോദിക്കുന്നത് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ഓരോരുത്തരും എത്തത്തില്ല. ജനങ്ങളങ്ങനെ ഓരോരോ നമ്മളോട് എന്ത് ചോദിക്കണമെന്ന് അറിയത്തില്ലല്ലോ. ജനങ്ങൾക്ക് സഭയോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. കൈനീട്ടാനല്ലേ അറിയത്തുള്ളൂ. പൊന്നും വെള്ളിയുമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ചിലർ ജോലി ചോദിക്കുന്നു, ചിലർ ഉദ്യോഗം ചോദിക്കുന്നു, ചിലർ വിദ്യാഭ്യാസം ചോദിക്കുന്നു, ചിലർ സാമൂഹ്യമായിട്ടുള്ള ഉന്നമനം ചോദിക്കുന്നു, ചിലർ വീട് ചോദിക്കുന്നു, ചില സ്ഥലം ചോദിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളാണ് സഭയോട് ചോദിച്ചത്. ഇതൊന്നും കൊടുക്കണ്ട എന്നല്ല പറയണം. ഇതിനേക്കാൾ വലുതെന്താണ് സഭയ്ക്ക് കൊടുക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം? യേശുക്രിസ്തുവിന്റെ നാമം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ നാമം നൽകാൻ ശക്തി പകരണമേ. ഹല്ലേലൂയ. സുനാമി കടല് ഇരമ്പി വന്ന 2004
മൂന്നാമത്തെ കടൽ പൊങ്ങാൻ പോകണമെന്ന് വാർത്ത കേട്ടപ്പോൾ ഞാൻ കടപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ നിന്നിരുന്നത് കുറച്ച് കന്യാസ്ത്രീമാരാ, മദർ തെരേസയുടെ. ഞാൻ സിസ്റ്റർമാരുടെ കൈ പിടിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്ന്, എന്നിട്ട് കടലരത്ത് മുട്ടിൽ നിന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, കടലിന് ഓടാമ്പലിട്ടിരിക്കണത് നീയാണെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. ഞാൻ ആ വചനം വിശ്വസിച്ചാണ് ഈ അഭിഷേകം വാങ്ങിച്ചിരിക്കുന്നത്. കർത്താവെ, ഉയർന്നു വന്ന കടലിനെ നീ ഓടാമ്പലിടണമേ എന്ന്. നമ്മൾക്കുള്ളത്, സഭയ്ക്കുള്ളത് കർത്താവിൻ്റെ നാമമാണ്. ആ നാമം കടലിനേക്കാൾ വലുതാണ്, ആകാശത്തേക്കാളും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവത്തില്ലെന്ന് പറഞ്ഞ ആ വചനമാണ് പത്രോസിനോട് പറഞ്ഞത്. എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും നീ ജെറുസലേം വിട്ടുപോകരുത്. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയാണ് എല്ലാത്തിനെയും അതിജീവിക്കുകയും അതിജീവിപ്പിക്കുകയും ചെയ്യുന്ന സഭ. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ആകാശം മാറും, ഭൂതലവും മാറും, മാറാത്ത ഒന്ന് മാത്രമാണ് അങ്ങയുടെ വചനമാണ്. അത് രക്ഷയുടെ വചനമാണ്, അത് സൗഖ്യത്തിന്റെ വചനമാണ്, ദൈവശക്തിയുടെ വചനമാണ്, അത് യേശുവിന്റെ നാമത്വമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അടയാളങ്ങളിലൂടെ വിശ്വസിക്കുന്നവന് ദൈവം ഇന്നും ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന അമ്മ സന്നിധാനത്തിൽ ആണ് നീ പ്രാർത്ഥിക്കുന്നതെന്ന് സന്തോഷമുള്ളത്തോടെ ഓർക്കുക. രോഗാതുരമായ ഇടങ്ങളിൽ നിൻ്റെ കൈകൾ വെക്കുക. ടോൺസൈറ്റുള്ളവർ തൊണ്ടയിൽ കൈവെക്കട്ടെ. നെഞ്ചുവേദനക്കാരും ഹൃദയത്തിന് അസുഖമുള്ളവരും ഇടനെഞ്ചിൽ കൈവെക്കട്ടെ. പങ്ക്രിയാസ് രോഗികളും കരൾ രോഗികളും നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കട്ടെ. ഉദര രോഗികൾ അടിവയറ്റിൽ കൈവെക്കട്ടെ. മക്കളില്ലാത്തവർ, ഉദരത്തിൽ സിസ്റ്റുള്ളവർ, രക്തസ്രാവ രോഗികൾ, അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗമുള്ളവരൊക്കെ അടിവയറ്റിൽ കൈവെക്കട്ടെ. കിഡ്നി രോഗികളും നടുവേദനക്കാരും നടുവിൽ കൈവെക്കട്ടെ. കിഡ്നി രോഗികളും നടുവേദനക്കാരും നടുവിൽ കൈവെക്കട്ടെ. ശിരസ് വേദനയുള്ളവരും കാതിൽ ഡിസ്ചാർജ് ഉള്ളവരും കണ്ണിന് കാഴ്ചക്കുറവുള്ളവരും നെറ്റിയിൽ കൈവെക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാധ്യസ്ഥതയില് അങ്ങയുടെ നാമത്തില് എന്റെ കൈയിരിക്കുന്ന ഇടങ്ങളില് ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ രോഗങ്ങളാം ദിവ്യകൃപാനയിലെ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവര്, രോഗികള്, കർത്താവേ, ദിവ്യകാരുണ്യത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. മാരകമായ രോഗങ്ങളും തീരാവ്യാധികളും സ്പർശിക്കണമേ. കർത്താവേ, സാന്നിധ്യം വെളിപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, വാതരോഗങ്ങൾ, അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെ കർത്തൃനാമത്തിൽ ഓർക്കുക. എന്നിട്ട് കൈ പൊതിഞ്ഞ് കെട്ടി നെഞ്ചിൽ പിണച്ച് ശരീരം മൊത്തം ഈശോയ്ക്ക് സൗഖ്യത്തിനായി സമർപ്പിക്കുക. മാനസിക രോഗങ്ങൾ, ഉറക്കം ഇല്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, അപസ്മാര രോഗികൾ, വേരിക്കോസ് രോഗികൾ, അലർജി രോഗികൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, ഫിഷ് രോഗികൾ, ആൻറ്റിബോഡി വർക്ക് ചെയ്യുന്നവർ, SLE രോഗങ്ങൾ,
യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ രക്തത്താൽ തളിക്കപ്പെടട്ടെ. അപ്പാ കൈ നീട്ടണമേ അപ്പാ, അപ്പാ കൈ നീട്ടണമേ അപ്പാ. അങ്ങേപ്പത്തന യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളം കാണിക്കണമേ അപ്പാ. അങ്ങേപ്പത്തൻ അപ്പാ കൈ നീട്ടണമേ അപ്പാ, അപ്പാ അപ്പാ അങ്ങേപ്പത്തന യേശുക്രിസ്തുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് തീരാവേദികള് മാറിപ്പോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ജീവിത സമ്മർദ്ദങ്ങൾ, വിദ്യാഭ്യാസ സമ്മർദ്ദങ്ങൾ, പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, അതെല്ലാം ചെയ്തു കഴിഞ്ഞവരെയും ചെയ്യാൻ പോകുന്നവരെയും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും ഒക്കെ സമർപ്പിച്ച് കർത്താവിൻ്റെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആപ്തവാക്യ വചനമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ കഴിവല്ല അങ്ങയുടെ കൃപ കൊണ്ട്. ബൈബിൾ മുഴുവനും അംഗീകരിക്കുന്ന ഒരു ആപ്തവാക്യമാണത്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. നീ വരുന്നത് വാളും കുന്തവും കൊണ്ടല്ല കർത്താവ് യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധം കർത്താവിൻ്റേതാണ് എന്ന് പറയുന്ന പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ തന്നിൽ ആശ്രയിക്കുന്നവരുടെ ബലമാണ് കർത്താവ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കണതെന്ന് പൗലോസിലൂടെയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ട് പറയും, ഞാൻ ബലഹീനരായിരിക്കുമ്പോഴാണ് ശക്തനായിരിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എല്ലാം ചെയ്യാൻ കഴിയുന്ന ശക്തൻ പ്രവർത്തിക്കുന്ന ബലഹീനമായ സാഹചര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ട്, സമ്പത്തിലുണ്ട്, ജോലിയിലുണ്ട്, നിൻ്റെ കഴിവുകേടിലുണ്ട്, എവിടെയെല്ലാം ഉണ്ടെങ്കിൽ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. Lord, infuse His Spirit. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദുരിതങ്ങളുടെ മേലും ജോലികളുടെ തടസ്സങ്ങളുടെ മേലും നിന്നെ സങ്കടപ്പെടുത്തുന്ന ഓരോ വസ്തുതകളും ഇപ്പോഴേ കർത്താവിൻ്റെ നാമത്തിൽ സമ്പൂർണമായ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും സാക്ഷാനുഭവിയായി കർത്താവ് നിന്നെ രൂപാന്തരപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. ഡേറ്റിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൃപാസനത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനകൾ ഒന്നാണ് സമയം നിശ്ചയിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിനക്ക് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയത്തെ നിശ്ചയിക്കാം. അമ്മയുടെ മധ്യസ്ഥത്തിൽ ആ സമയം ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിനക്ക് സമർപ്പിക്കാം. വ്യത്യസ്തമായ നാടുകളിലും ഇടങ്ങളിലും വീടുകളിലും ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ നിങ്ങളുടെ സമയം മൊബൈലിൽ പ്രാർത്ഥനയായി സമർപ്പിക്കട്ടെ. സ്ഥലമളവിൻ്റെ സമയം, വിവാഹത്തിൻ്റെ സമയം, വീടിന് അടിസ്ഥാന സ്ഥിരപ്പാകുന്ന സമയം, പരമാസ്ഥിര സമയങ്ങൾ, കോർട്ടിൽ കേസുണ്ടെങ്കിൽ കേസിൻ്റെ സമയം, ഇൻ്റർവ്യൂ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സമയം, പരീക്ഷാ സമയം, തീയതികൾ, എല്ലാ സമയവും നിർണായകമായ എല്ലാ സമയവും പരിശുദ്ധ അമ്മ വഴി ഇപ്പോഴ് ആരാധനയ്ക്ക് സമർപ്പിക്കുക. സമയത്തിൻ്റെ മേൽ മാധ്യസ്ഥാധികാരമുള്ള അമ്മ, സ്വാധീനമുള്ള അമ്മ, ആ സമയത്ത് ദൈവിക ഇടപെടലിന് വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം ആ സമയത്ത്
സംലഭ്യമാകാൻ വേണ്ടി ഈശോനോട് സമർപ്പണ പ്രാർത്ഥന ചെയ്യുന്ന സമയമാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച ഓരോ തീയതികളുടെ മേലും ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഡേറ്റിന്റെ മൊബൈലിൽ കർത്താവെ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടനടി ദൈവാനുഭവം പകരാൻ ഈശോയെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരിയം പ്രാർത്ഥനയിൽ പിതാക്കന്മാർ 2 ടൈം കോൺസെപ്റ്റായിട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഏറ്റവും വിശ്വവിഖ്യാതമായ മരിയം പ്രാർത്ഥനയാണ് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ? നമ്മൾ നിറഞ്ഞ മറിയമേ സ്വസ്തി. അതിൽ 2 ടൈം കോൺസെപ്റ്റായിട്ടിരിക്കുന്ന പിതാക്കന്മാർ എന്താണ്? പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും, ദാറ്റ് ഈസ് നൗ, ടൈം കോൺസെപ്റ്റാണ്. രണ്ടാമത് എന്താണ്? മരണസമയത്ത് അല്ലേ? ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അപ്പോൾ അമ്മയുടെ മാധ്യസ്ഥ അധികാരത്തിൻ്റെ സമയാധാരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നിനക്കിപ്പോഴേ സാമ്പത്തിക തകർച്ചയാണ്, ഇപ്പോഴും നിനക്ക് വിവാഹത്തിൻ്റെ കാലമാണ്, പക്ഷെ അതിനുള്ള സാഹചര്യം ഒത്തുവരുന്നില്ല. അതാണ് നിൻ്റെ നൗ എന്ന് പറയണത്. ഇപ്പോഴേ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയണത് ആ വിവാഹത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരു സമയത്താണ്. നൗ, അതാണ് നൗ എന്ന് പറയണത്. ഇപ്പോഴും യോഹന്നാൻ 2:5 ആ വചനം. ഇപ്പോഴും. പിന്നെ എന്താ? ഞങ്ങളുടെ മരണസമയത്തും. യേശുവിൻ്റെ മരണസമയത്ത് കൂടെ നിന്ന ആളെയാണ് ഈശോ നമുക്ക് നമ്മുടെ സമയങ്ങളിലേക്ക്, സഹന സമയങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത്. മരണത്തിൻ്റെ കൂടെ പോലും കൂടെ നിൽക്കാൻ നമുക്ക് ഈശോ അമ്മയെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവവേദലെ നിൻ്റെ ഏതെല്ലാം സകല സമയങ്ങളിലും അമ്മ തന്നെയാണ് കർത്താവിൻ്റെ കരുതൽ. കൈയിടിച്ച് കർത്താവ് സമയങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. സമാപന ആശീർവാദത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഓരോ ഡേറ്റുകൾ, സമയങ്ങൾ ഇപ്പോൾ ആരാധനയ്ക്ക് പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ചു കൊണ്ടിരിക്കട്ടെ. ഡേറ്റ് ഇട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇതാണ് അതിൻ്റെ വചനങ്ങളെന്നതിൻ്റെ കൂടി എൻ്റെ സഹോദരൻ ഓർക്കണം. ഇന്ന് എല്ലാ ദിവസവും നമുക്കിപ്പോൾ ഉടമ്പടിയുണ്ട്. തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ ഉടമ്പടിയുണ്ട് എല്ലാ ദിവസവും. അപ്പം തിങ്കളും ചൊവ്വായും ഉടമ്പടി 4 മണിക്കായിരിക്കും. 2:30 പ്രാർത്ഥന തീരുന്നു. 2:30 കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളുമായിട്ട് പ്രവേശിക്കുന്നു. ഭക്ഷണത്തിൽ കഴിക്കാൻ പോകുന്നു. ചിലർ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കഴിക്കും, ചിലർ കടകളിൽ പോയി കഴിക്കും. പക്ഷേ ചിലർ ഉപവസിക്കും. അത് ഓരോരുത്തരുടെ രീതികളാണ്. മരിയൻ ഉടമ്പടി ഉപവാസം ബുധനാഴ്ചയാണ്, അറിയാമല്ലോ. ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ്. ഇപ്പം നോൻപായാലും അത് തന്നെയായിരിക്കും, വെള്ളിയാഴ്ച ഒന്നും ആയിരിക്കത്തില്ല. ഉടമ്പടി ഉപവാസം എപ്പോഴും മാതാവിൻ്റെ ദിവസമായിരിക്കും. ഇപ്പം നോൻപ് തുടങ്ങാൻ പോകുകയല്ലേ, 4-ാം തീയതി ആകുമ്പോൾ 24, 26 ദിവസങ്ങളിലാണ് ഉടമ്പടി സഭയിൽ നോൻപ് ആരംഭിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ വസന്തകാലമാണ് നോൻപ് എന്ന് പറയുമ്പോൾ. നമ്മൾ കൊതിയോടെ കാത്തിരിക്കുക അതിങ്ങോട്ട് വരാൻ വേണ്ടി. എന്തിനാ? ദൈവത്തിൻ്റെ കൂടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാലമാണ്. അതിനൊക്കെ ഒരു ആന്തരിക അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നോൻപ് ബാഹ്യമല്ലത്, ആന്തരികമാണ്. അവന് വിശന്നില്ലെന്നല്ലേ പറയണത്? 40 ദിവസം അവന് വിശന്നില്ല. ദാറ്റ് മീൻസ് വിശന്നു, പക്ഷേ കർത്താവിനത് ഫീൽ ചെയ്തില്ല. അഭിഷേകം കിട്ടി. നോൻപിന് അഭിഷേകം കിട്ടണം. അല്ലെങ്കിൽ നമുക്കെപ്പോഴും ആധികാരിക്കൊണ്ടിരിക്കും. ഒത്തിരി പേര് നോൻപെടുക്കുന്നുണ്ട്, പക്ഷേ വിത്തൗട്ട് അനോയിൻറ്റിങ്. അത് കാരണം ഏതാണ്ട് വലിയ ഭാരമായി തോന്നും. നോൻപ് ഭാരമാകേണ്ട ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അതിന് അഭിഷേകം കിട്ടുക. എല്ലാത്തിനും അങ്ങനെയാണ്. നമ്മൾ സമയം തീർന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. പക്ഷെ ഓർക്കണം, കർത്താവേ ഈ നോൻപ് പറഞ്ഞ്, കർത്താവേ
ഈ നോൻപ് പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോനെ പോലെ ആന്തരിക അഭിഷേകത്താൽ ആചരിക്കുവാൻ, അനുഷ്ഠിക്കുവാൻ, അനുഭവിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, വലിയ നോമ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആർത്തിയോട് ദൈവസ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി കർത്താവേ നോമ്പ് ആചരിക്കാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും 4 മണിക്കാണ് ഉടമ്പടി ക്ലാസ്. ഇന്ന് ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ജില്ലക്കാർക്കും, ഇൻക്ലൂഡിങ് ആലപ്പി, എറണാകുളം ആൻഡ് കോട്ടയം. പണ്ടത് ചെയ്യത്തില്ലായിരുന്നു. അടുത്തുള്ളവർ പിറ്റേ ദിവസം വരാൻ പറയും. ഇപ്പം അങ്ങനെ പറയണില്ല. ഉടമ്പടി പുതുക്കാനും ഉടമ്പടി ചെയ്യാനും അവസരമുണ്ട്. പക്ഷേ 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഉടമ്പടി പുതുക്കാനുള്ളവർക്കും ഉടമ്പടി ചെയ്യാനുള്ളവർക്കും ക്ലാസ്സുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ആ ക്ലാസ് ഞങ്ങൾ നേരത്തെ കൂടിയതാണെന്നൊക്കെ പറയും. നിങ്ങളൊന്നും പറയണ്ട, മര്യാദക്ക് ക്ലാസ് കൂടിയിട്ട് വരികയാണ്. എപ്പോഴും കാര്യം ഓരോ ക്ലാസ്സിനും വ്യത്യസ്തമായ ഫ്ലവറും വ്യത്യസ്തമായ കണ്ടൻറ്റുമാണ്. അപ്പം നിങ്ങളെ കാത്തിരിക്കണം. ദൈവം വല്ലതും എൻ്റെ അടുത്ത് മറന്നു പോയിട്ടുണ്ടോ? ഉടമ്പടി എന്തുകൊണ്ടാണ് അച്ഛൻ പറയുന്ന പോലെ അത്രയും സ്പീഡ് എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അറിവിൻ്റെ കുറവാണ് പലപ്പോഴും വരണത്. അത് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കണം. ക്ലാസ് ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അലംഭാവം കാണിക്കരുത്. അത് ക്ലാസ് മര്യാദയ്ക്കിരുന്ന് കൂടണം. ക്ലാസ്സെല്ലാം കൂടി നിങ്ങൾക്കറിയാമല്ലോ 3 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം. ഉടമ്പടി പുതുക്കാനോ ഉടമ്പടി എടുക്കാനോ വേണ്ടി വരുന്നത് 3 മണിക്കൂറാണ്. അതുകൊണ്ട് 4 മണിക്ക് തുടങ്ങും, 7 മണിക്ക് അവസാനിക്കും. എത്ര പേരുണ്ടെങ്കിലും ഉടമ്പടി 7 മണിക്ക് അവസാനിക്കും. ഇവിടെ അകത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഞാൻ 3:30 തൊട്ട് രോഗികളെ കാണാം. 3:30 തൊട്ട് 5:30 വരെ രോഗികളെ കാണും. പിന്നെ അതുപോലെ തന്നെ രോഗികളെന്ന് പറയുമ്പോൾ ആരാ? ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, അപൂർവ രോഗികൾ, മാരക രോഗികൾ, മാറാരോഗികൾ, കരൾ രോഗികൾ, അങ്ങനെയുള്ള അതെല്ലാം ചീട്ട് അവിടെ രണ്ടാം കൗണ്ടറിൽ ചീട്ട് കിട്ടാം രോഗികളെ. പിന്നെ ചീട്ടില്ലാതെ ഇവിടെ വന്ന് കൈയും കാര്യം കാണിക്കരുത്. ആരും ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ വരും. ചിലർ ഭയങ്കര സൂത്രക്കാരുണ്ട്. അവിടെയൊക്കെ പോയി നിൽക്കണം, ഭയങ്കര പാടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ വന്ന് നിൽക്കരുത്, മൈൻഡ് ചെയ്യത്തില്ല. കാര്യം നിങ്ങൾ ഇതിൻ്റെ ആവശ്യക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി ക്യൂ നിന്ന് ചീട്ട് മേടിക്കും. ആവശ്യക്കാരല്ല, ഒക്കട്ടെ പറഞ്ഞുകൊണ്ടേ അങ്ങനെ വരുന്ന ആൾക്കാരാണ് ലൂപ്പ് ഹോളിൽ വരാൻ നോക്കണം. ലൂപ്പ് ഹോളിൽ ആരും വരരുത്. ഒന്നാമത്തെ ലൂപ്പ് ഹോൾ കാണുമ്പോൾ തന്നെ എനിക്ക് പറയും, കാര്യത്തിൽ ഇവർ സിൻസിയർ അല്ല, വേണേൽ ഒപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്, ഒക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാത്തവരാണ് സാധാരണഗതിയിൽ ലൂപ്പ് ഹോൾ അന്വേഷിച്ചിട്ട് എളുപ്പ വഴി നോക്കണത്. ഞങ്ങളുടെ ഈ വിഷയം എല്ലാം ഇത്ര ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാവോ? ലളിത ക്രിസ്ത്യാനികളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യണത്. ഇതുപോലെ എളുപ്പവഴിക്കാരല്ലേ, എളുപ്പവഴിക്കാരെ അവസാനിപ്പിക്കാൻ വേണ്ടി അവോയ്ഡ് ചെയ്യണത്. കാര്യം അവർ സീരിയസ് ആണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായാലും ആ ചീട്ടൊക്കെ വാങ്ങിച്ച് വന്ന് കൃത്യമായിട്ട് നിൽക്കും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതിൻ്റെ അകത്ത് വിശ്വാസമില്ലാത്തവർ ഇവിടെ വന്ന് ഗുസ്തി കാണിക്കും, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യിക്കും, പല കളികൾ കളിക്കും. അങ്ങനെയുള്ള കളികളൊന്നും കളിക്കണ്ട. ഞങ്ങൾക്ക് ആ കാര്യം ഇത് നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടായാൽ മാത്രം മതി. അതാണ് നിങ്ങളുടെ യോഗ്യത. അല്ലാതെ കൃപാസനത്തെ അറിയണമെന്ന, ജോസഫത്തിനെ അറിയണമെന്ന ഒരു കഥയുമില്ല. അതിൻ്റെ അകത്ത് ഒരു ബന്ധത്തിന് പോലും ഒരു സ്ഥലമില്ല. നിങ്ങൾക്ക് ബന്ധം ദൈവവുമായിട്ടുണ്ടാകണം. അതിൻ്റെ അടയാളം വിശ്വാസമാണ്. അത് മാത്രമേ കൃപാസനത്തിൽ ആവശ്യമുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പം എൻ്റെ മക്കൾ ആവശ്യക്കാരാണെങ്കിൽ ചെന്ന് പറഞ്ഞാൽ ബ്രദർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചീട്ട് തരും. രോഗികൾക്ക് വന്ന് ഇവിടെ ലൈൻ നിൽക്കാം. പിന്നെ ഉള്ളത് ഈ രോഗികളുടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു 5:30 മണിയാവുമെന്ന് ഉടനെ അച്ഛൻ മെസ്സേജ് കൗൺസിലിംഗ് ആരംഭിക്കാം. മെസ്സേജ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ബിബ്ലിക്കൽ മെസ്സേജ്, വിഷൻ മെസ്സേജ്, അതുപോലെ തന്നെ ചാറ്റിംഗ് മെസ്സേജ്. കർത്താവ് തന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ മെസ്സേജ് ഇല്ലെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സാക്ഷ്യം പറയുമ്പോഴാണ്. ഇപ്പം ഉടമ്പടി 5 പുതുക്കി സാക്ഷ്യം പറഞ്ഞവരുണ്ട്, 4 പുതുക്കി സാക്ഷ്യം പറഞ്ഞവരുണ്ട്, 3 പുതുക്കി സാക്ഷ്യം എഴുതി കൊടുത്തവരുണ്ട്. അപ്പോൾ അവരുടെ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കാണും. സാക്ഷ്യം എഴുതി കൊടുക്കുമ്പോൾ ഓഫീസ് ആ സാക്ഷ്യം അംഗീകരിക്കും. അത്തരം സാക്ഷ്യമായിരിക്കണം, ഉടമ്പടിയുടെ കപ്പാസിറ്റിയുള്ള സാക്ഷ്യമായിരിക്കണം. ഓഫീസ് അംഗീകരിച്ച് കഴിയുമ്പോൾ മെസ്സേജിലിട്ട് പോകും. അടുത്ത കാര്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ക്രിസ്ത്യ ജീവിതം എന്തുമാത്രം പുരോഗമിച്ചോ, ഇനി എന്തുകൂടി ചെയ്യണം, ഈ വിഷയത്തിന് ഇപ്പോൾ സ്ഥലം വിറ്റുമാറുക, മക്കൾ, കല്യാണം, വിവാഹം,
അങ്ങനെ എല്ലാ വിഷയത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ പറയും, സന്ദേശം പറയും. അപ്പം നിങ്ങൾക്കത് എളുപ്പമാകും. ചിലപ്പോൾ ചില കാര്യങ്ങൾ മാറ്റിയിട്ട് ചിലപ്പോൾ കൺട്രി വരെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. മാറ്റിയിട്ട് പുനർനിശ്ചയിച്ചിട്ട് എളുപ്പമാക്കി തരും. അതെല്ലാം മെസ്സേജ് കൗൺസിൽ വന്നുള്ളവർക്കറിയാമത്. അപ്പം അത് എപ്പോഴും നിങ്ങൾക്ക് ഒരു അടയാളം കിട്ടിയെന്ന് ബോധ്യമാകണം ഞങ്ങൾക്ക്. അല്ല, നിങ്ങൾ പണ്ട് ഉടമ്പടി എടുത്ത കാലത്ത് തന്നെ ഇപ്പോഴും കിടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഉടമ്പടി ഉഴപ്പിയെന്ന അർത്ഥം. കാര്യം പക്കാ പ്രേയറാണ്. ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനമോ അല്ലെങ്കിൽ ഉപയോഗ പ്രവർത്തനമോ എല്ലാം ഇപ്പം ക്ലാപ്പ് എന്നും പറഞ്ഞൊരു പേപ്പറുണ്ട്. ആ ക്ലാപ്പ് പേപ്പർ പൂരിപ്പിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന്. ക്ലാപ്പ് എന്ന് പറയുന്നത് എന്താണ്? CLAP, ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ. അപ്പോൾ അതിന് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനാവിധികൾ, അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ള നിബന്ധനകളായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉടമ്പടിയുടെ നിബന്ധനകളായിട്ടുള്ള കർത്താവിൻ്റെ കൽപ്പന പാലിക്കുന്നത്. ഇപ്പോൾ കുർബാന ദിവസം കുർബാനക്ക് പോകുന്നവരുണ്ട്, 5 പോയിൻ്റ്. ഞായറാഴ്ച കുർബാന 3 പോയിൻ്റ്. വല്ലപ്പോഴും കൂടി കുർബാനക്ക് പോകുന്ന ആൾക്കാരുണ്ട്, 2 പോയിൻ്റ്. പോയിൻ്റ് ബേസാണ് പോണത്, ക്ലാപ്പ് പോണത്. കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം 5 പോയിൻ്റ്. മാസത്തിൽ 1 കുമ്പസാരം 3 പോയിൻ്റ്. ഇടയ്ക്കും തലക്കും കുമ്പസാരം 2 പോയിൻ്റ്. ഇതുപോലെയാണ് പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇപ്പോൾ പത്രത്തിന് വാങ്ങിച്ചു കൊടുക്കുന്നത് പൊതുജനങ്ങൾക്ക് കൊടുത്താൽ 5 പോയിൻ്റ്, സ്വന്തം ഇടവകയ്ക്ക് കൊടുത്താൽ 3 പോയിൻ്റ്, സ്വന്തം അയൽവാസിക്ക് കൊടുത്താൽ 2 പോയിൻ്റ്. എളുപ്പവഴി ക്രിസ്ത്യാനിക്കൊക്കെ ഭയങ്കര പാടായിരിക്കും ഉടമ്പടി. ഇത് ഉടമ്പടിയല്ലേ. അപ്പം നിങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ ചെയ്യണത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം. അപ്പോഴേ നമ്മുടെ റിസ്ക് തീർന്നു. നിങ്ങളെ ലെസ് റിസ്ക് ആക്കുകയാണ് കാര്യം. കാര്യം കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചോദിക്കുക കൂടുതൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാ മണ്ഡലങ്ങളിലും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ രോഗികൾ തന്നെ ഒരു ഭ്രാന്താലയത്തിലും അതുപോലെ തന്നെ രോഗപരിചരണ പൊതുവേദികളിൽ പോയി രോഗികളെ ശുശ്രൂഷിച്ചാൽ 5 പോയിൻ്റ്. തറവാട്ടിൽ പോയി ബന്ധുക്കളെ ശുശ്രൂഷിച്ചാൽ, രോഗികളെ ശുശ്രൂഷിച്ചാൽ 3 പോയിൻ്റ്. സ്വന്തം വീട്ടിൽ ഭർത്താവ് നോക്കിയാൽ 2 പോയിൻ്റ്. എന്താ കാര്യം? അത് രോഗികളങ്ങനെ. മറ്റെല്ലാം നമുക്ക് കടപ്പാടുകളാണ്. കടപ്പാടില്ലാത്ത സമയത്ത് കടപ്പാട് കർത്താവ് മാത്രമാവും. ഭർത്താവിനെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നത് നമ്മുടെ കടപ്പാടല്ലേ. അപ്പോൾ അവിടെ അതില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടവരെ. അപ്പം അതുകൊണ്ട് അത് പോയിൻ്റ് കുറവായിരിക്കും. കാര്യം നമുക്ക് കടപ്പാടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവാണ് പിന്നെ കടപ്പാട്, കർത്താവിനെ പ്രതിയാണ് ചെയ്യണത്. അപ്പം അതിങ്ങനെ എല്ലാത്തിനും CLF. പിന്നെ ഇടവകയുമായിട്ടുള്ള ബന്ധം, ഇടവകയുമായിട്ട് നിന്ദിക്കുന്ന ക്രിസ്ത്യൻസ് ഇടവകയിലുള്ള പങ്കാളിത്തം എന്താണ് ചോദിക്കും. ബിസിസിലുണ്ടോ, സംഘടനയിലുണ്ടോ, പള്ളിക്ക് പതിവാരും മറ്റോഹരികളും കൊടുക്കുന്നുണ്ടോ, സഭയെ വളർത്തുന്നുണ്ടോ? ഇപ്പം സഭയെ വളർത്തുന്ന ഒരു ശക്തീകരിക്കപ്പെട്ട സുവിശേഷ സാക്ഷിയാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾ ഉടമ്പടി ചെയ്യണത് കൃപാസനമായിട്ടല്ല. ആരുമായിട്ടാണ്? പിതാവായ ദൈവവുമായിട്ട് ക്രിസ്തു വഴി ചെയ്യണതാണ്. അമ്മ അതിൻ്റെ സാക്ഷിയാണ്, മധ്യസ്ഥയാണ്. അല്ലാതെ മരീൻ ഉടമ്പടി എന്ന് പറയുമ്പോഴും ഇത് അതുകൊണ്ടാണ് KCBC ഓഫ് ഇന്ത്യ തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാൻ പറഞ്ഞത് ഇത് ക്രിസ്റ്റോസെൻട്രിക്കാണ് പ്രെയർ എന്ന് പറയണത്. ഈ പ്രാർത്ഥന ക്രിസ്തു കേന്ദ്രീകൃതമാണെന്ന് പറയാൻ കാര്യം അതാണ്. അപ്പം നമ്മൾ ചെയ്യാനുള്ള ഭംഗിയായിട്ട് ചെയ്താൽ ബാക്കി കർത്താവ് ഭംഗിയായിട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. പേടി ഉത്കണ്ഠയും കുറഞ്ഞിരിക്കുമ്പോൾ അത്രയും ഉറപ്പുള്ള സുവിശേഷ സാക്ഷിയായി നീ മാറിയെന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് സന്തോഷമായിട്ട് വേണം ഉടമ്പടികളെല്ലാം ചെയ്യാൻ, സ്നേഹത്തോടെ വേണം ചെയ്യാൻ. പത്തതിൻ്റെ കാർഡുകൾ കൃത്യമായി സൂക്ഷിക്കണം. എല്ലാം തെളിവുകളാണ്. ചില ആൾക്കാർക്ക് പത്തതിൻ്റെ കാർഡ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം ഞാനത് എൻ്റെ കിട്ടുമെങ്കിൽ ഞാനെടുത്ത് ഓഫീസിൽ കൊടുക്കും. എന്തിനാണെന്ന് അറിയാവോ? അതുമേ നമ്പരൊക്കെ ഉണ്ടാകും ചിലരില്ലേ. ഇപ്പം ഞങ്ങൾ വിളിച്ചു തരും. കാര്യം ഒരു പത്തതിൻ്റെ കാർഡ് പോലും കയ്യിൽ നിന്ന് പോകരുത്. 1 മാസത്തെ പ്രാർത്ഥനയുടെ അടയാളമാണത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം. നിങ്ങൾ എന്ത് തിരക്ക് കൂട്ടിയാലും സ്വർണം സൂക്ഷിക്കണ പോലെ അത് സൂക്ഷിക്കണം. നമ്മുടെ തെളിവുകളെല്ലാം ഉടമ്പടിയെല്ലാം രേഖാമൂലമല്ലേ പോണത്. ഇപ്പം ക്ലാപ്പ് പേപ്പറും രേഖയാണ് എല്ലാത്തിൻ്റെയും. ഇനി സ്വർണം സൂക്ഷിക്കുന്നവർ ഇവിടെ പ്രത്യേകം പറയുകയാണ്, സ്വർണം സൂക്ഷിക്കണം എല്ലാവരും. കാര്യം ഈ കള്ളന്മാരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് പറയണത്. വരും ആൾക്കാർ ഇതിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർക്ക് അങ്ങനെ ദുഃഖാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം അതൊക്കെ. അപ്പോൾ സന്തോഷമായിരിക്കുക, നേരത്തെ വസ്തു ഉയർത്തിപ്പിടിക്കുക. ഉടമ്പടി 1ഉം 2ഉം പുതുക്കണമെങ്കിൽ ഈസിയാണ്. എല്ലാ ദിവസവും പുതുക്കും. ആ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കണ സഹോദരൻ അത് വെരിഫൈ ചെയ്ത് തരും. കൗൺസിലർ പുതുക്കി തരും.
3 പുതുക്കണമെങ്കിൽ സാക്ഷ്യം എഴുതി കൊടുക്കണം. എഴുതി കൊടുത്താലേ മൂന്നാമത്തത് പുതുക്കത്തുള്ളൂ. അല്ലെങ്കിൽ സാക്ഷ്യം കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. ഉടമ്പടി കറക്റ്റായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ സാക്ഷ്യം ഉടനെ കിട്ടും, ഒരു പ്രശ്നമില്ല. കാര്യം ഇത് ദൈവ വചനപ്രകാരമുള്ള ഏറ്റവും സമ്പൂർണ്ണമായ പ്രെയറല്ലേ. നിങ്ങൾ ആ സാക്ഷ്യങ്ങൾ കേട്ട യൂട്യൂബിൽ തന്നെയാണ്ട് 1500 സാക്ഷ്യങ്ങൾ കിടക്കണത്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, സുവിശേഷം പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്യുകയും ചെയ്യണം. എന്തിനാണ്? കർത്താവിനെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ. നേരത്തെ ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit, a fire finger soak the precious. I cast this on the cause of heaven by God the Father Almighty, made heaven and earth as in the country. എൻ്റെ കർത്താവിനുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നച്ച വസ്തുക്കളെ ഈശോ നാമത്തിലെ ശരീരത്തിലെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. സിസ്റ്റേഴ്സ് എല്ലാ കൂട്ടായ്മയ്ക്കും 10 കൂട്ടായ്മ നമുക്ക് ഉണ്ട്. 10 കൂട്ടായ്മയ്ക്കും 10-15 സിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം 150 സിസ്റ്റേഴ്സിങ്ങനെ ഉണ്ടാകും. ഇപ്പം കൃപാസനത്തിൻ്റെ ശുശ്രൂഷകളിലെ ഇപ്പം മഠത്തിൻ്റെ പ്രത്യേക മതജനൻ്റെ പ്രത്യേക അനുവാദത്തോടു കൂടി നിങ്ങൾക്ക് കൃപാസനത്തിൽ ഒരു ദിവസം 1-2 ദിവസം ശുശ്രൂഷയ്ക്ക് വരണമെന്ന് വെച്ചാൽ അതിനുള്ള അവസരം ഇവിടെ ഉണ്ടാകും. സിസ്റ്റർമാർ ദയവായി ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നേർച്ച ഉയർത്തിപ്പിടിച്ച് ആശീർവാദം സ്വീകരിക്കുക. കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. നേർച്ച വസ്തുക്കളെല്ലാം ഉയർത്തിപ്പിടിക്കട്ടെ. ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം ഓർക്കട്ടെ. ആദ്യമായി കൃപാസനത്തിൽ വന്നിരുന്ന ആ നിയോഗങ്ങൾ ഓർക്കട്ടെ. നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും ഡേറ്റിട്ട് പ്രാർത്ഥിച്ച നിയോഗങ്ങളെല്ലാം ഓർക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എക്സാമിനേഴ്സ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. +1 +2 എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഡിഗ്രി കോഴ്സ് പഠിക്കുന്നവരെ സമർപ്പിക്കുന്നു. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികള്, കിഡ്നി രോഗികള്, കർത്താവേ, ലിവർ രോഗികള്, തൈറോയ്ഡ് രോഗികള്, മാരകമായ രോഗമുള്ളവരെ, ഹോസ്പിറ്റൽ സംബന്ധമായി ആശുപത്രിയിൽ കഴിയുന്നവരെ കർത്താവിന്റെ ശക്തിയും അഭിഷേകം പ്രാപിക്കട്ടെ. ഈശോയെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, തൊഴിൽരഹിതരെ ആശീർവദിക്കണമേ. ഭവനരഹിതരെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ